വാർത്തകൾ തുടരുന്നു. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. സിവിൽ സർവീസ് ബോർഡിന്റെ ശുപാർശ പ്രകാരം മാത്രമേ ഇനി മുതൽ IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റങ്ങളും നിയമനങ്ങളും പാടുള്ളൂ എന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടു. അന്യായമായി സ്ഥലം മാറ്റുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കേരള IAS അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവരുടെ ഹർജിയിലാണ് കാറ്റിന്റെ നടപടി. IAS ഉദ്യോഗസ്ഥരുടെ എല്ലാ നിയമനങ്ങളും സ്ഥലമാറ്റങ്ങളും സിവിൽ സർവീസ് ബോർഡിന്റെ ശുപാർശ പ്രകാരം മാത്രമായിരിക്കണമെന്നാണ് 2014 ഭേദഗതി ചെയ്ത IAS കേഡർ ചട്ടം. എന്നാൽ നിലവിൽ ബോർഡ് ഫലപ്രദമായി ചേരുന്നില്ലെന്നും ബോർഡിനെ മറികടന്നാണ് സർക്കാർ തീരുമാനങ്ങളെന്നും കേരള സിവിൽ സർവീസ് അസോസിയേഷൻ, B. അശോക് IAS എന്നിവർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഉന്നയിച്ചു. ഒരു തസ്തികയിൽ ഏറ്റവും കുറഞ്ഞത് 2 വർഷമെങ്കിലും തുടരാൻ അനുവദിക്കണമെന്ന ചട്ടം സർക്കാർ ലംഘിക്കുകയാണെന്നും ഇരു ഹർജിക്കാരും ചൂണ്ടിക്കാട്ടി. IAS കേഡർ തസ്തികകളിൽ മറ്റു സർവീസിലുള്ളവരെയോ വിരമിച്ചവരെയോ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി നിയമിക്കുന്നുവെന്നും ഇവർ ആരോപിച്ചു. ഈ ഹർജിയിലാണ് ട്രൈബ്യൂണൽ വിധി. ഭരണപരമായ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സ്ഥലം മാറ്റമെന്നും യോഗ്യരായ ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടെന്നും സർക്കാർ വാദിച്ചു. എന്നാൽ കേരള കേഡറിൽ ആവശ്യമായ ഉദ്യോഗസ്ഥരുണ്ടെന്ന കണക്കുകൾ സഹിതം ഹർജിക്കാർ ഇതിനെ എതിർത്തു. ഇതോടെയാണ് സിവിൽ സർവീസ് ബോർഡിനെ മറികടന്ന് നിയമനങ്ങളും സ്ഥലമാറ്റങ്ങളും നടത്തരുതെന്ന കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടത്. അസാധാരണ സാഹചര്യങ്ങളിലല്ലാതെ ഉദ്യോഗസ്ഥരെ 2 വർഷത്തെ കാലാവധി തികയാതെ മാറ്റരുതെന്നും ഉത്തരവിലുണ്ട്. സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് ഇത്തരം നീക്കം നടത്തുന്നത് സിവിൽ സർവീസിന്റെ സ്വതന്ത്ര പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഡോക്ടർ B. അശോകിനെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിവിധ വകുപ്പുകളിലേക്ക് മാറ്റിയതും CAT റദ്ദാക്കി. സർക്കാരിന് കനത്ത പ്രഹരമാണ് CAT ഉത്തരവ്. ജനം, കൊച്ചി.